ഹായ് ഒരു വൺ. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള GST റിട്ടേൺസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. വളരെ ചെറിയൊരു ചാപ്റ്റർ. ഇതിൽ നിന്ന് അങ്ങനെ വലിയ പ്രോബ്ലം നമ്മുടെ ഈ ഡിസ്ക്രിപ്റ്റീവിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, പക്ഷേ MCQയിൽ ചോദിക്കും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs നമുക്ക് ഇതിന് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. വെറും ഒരു ഒരു 1.5 പേജ് മാത്രമേ ഇതുള്ളൂ. ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പോയിന്റ് വൈസ് ആക്കിയാണ് തന്നേക്കുന്നത്. പിന്നെ ഒരു തവണ മാത്രം ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ബാക്കിയൊക്കെ ഞാൻ ചെറിയ പോയിന്റ്സ് ആക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് ഇത് പഠിക്കണം കേട്ടോ. അപ്പോൾ GST റിട്ടേൺസിനകത്ത് നമുക്ക് അതായത് GST റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GSTയുടെ റിട്ടേൺസ് ഫയൽ ചെയ്യണം. ഒരുപാട് റിട്ടേൺസ് ഉണ്ട്. ഓരോ കേസസിന് ഓരോ റിട്ടേൺ ആണ്. അപ്പോൾ GST റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യണം. 10 റിട്ടേൺസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ 10 റിട്ടേൺസ് ഒന്ന് പേര് നിങ്ങൾ എന്തിന് കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നതെന്നൊന്ന് പഠിക്കുക. എപ്പോഴാണ്, മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ എന്നുള്ളത് പഠിക്കുക. ഇതിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റ് ഒന്ന് പഠിക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 10 റിട്ടേൺസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലാദ്യത്തത് GSTR 1 ആണ്. GST റിട്ടേൺ 1 ആണ്. എന്താണ് ഈ GSTR 1 എന്ന് പറയുന്നത്? അത് ഫയൽ ചെയ്യുന്നത് എന്തിനാണ്? ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ്. നമ്മൾ പുറത്തേക്ക് ഗുഡ്സ് സർവീസ് ഒക്കെ കൊടുക്കില്ലേ, സപ്ലൈ ചെയ്യില്ലേ, ഔട്ട്വേർഡ് സപ്ലൈ, പുറത്തേക്ക് സെയിൽ ചെയ്യില്ലേ, അങ്ങനെ പുറത്തേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാനാണ്, ഫർണിഷ് ചെയ്യാനാണ് GST 1 നമ്മൾ ഫയൽ ചെയ്യുന്നത്. നമ്മൾ മന്ത്ലി ആണത് ഫയൽ ചെയ്യുന്നത്. അതിൻ്റെ ഡ്യൂ ഡേറ്റ് വരുന്നത് ഓരോ നെക്സ്റ്റ് മന്തിൻ്റെയും 10th വരുന്നത്. ഓരോ മാസത്തിൻ്റെയും 10th നെക്സ്റ്റിലാണ് വരുന്നത്. അപ്പോൾ GSTR 1 എന്ന് പറഞ്ഞാൽ എല്ലാ ഔട്ട്വേർഡ് സപ്ലൈ ആണ് അതിനകത്ത് വരുന്നത്. മന്ത്ലി ആണ് ചെയ്യുന്നത്. ഓരോ മാസത്തിൻ്റെയും 10th അത് വരിക. As per GST Act 2017 stipulates that GSTR 1 for a particular month is required to be filed on or before the 10 days of immediately succeeding month, that is on a monthly basis. അപ്പോൾ CGST ആക്ട് പ്രകാരം നമ്മൾ GSTR 1 ഒരു മന്തിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മന്തിൻ്റെയും അടുത്ത സക്സീഡിങ് മന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം മെയ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജൂൺ 10th, ജൂണിൻ്റെത് ജൂലൈ 10th, അങ്ങനെ ഓരോ സക്സീഡിങ് മന്തിൻ്റെയും 10 days, അതായത് 10th തീയതിക്ക് ഉള്ളിൽ അന്നോ അതിന് മുന്നെയോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? GSTR 1 ഫയൽ ചെയ്തിരിക്കണം. However, presently as a measure of easing the compliance requirement for small taxpayers, എന്നാൽ ചെറിയ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാരില്ലേ, അവരെ ഒന്നും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് GSTR 1 ഹാസ് ബീൻ അലൗഡ് ടു ബി ഫൈൽഡ് ക്വാർട്ടർലി. അവർക്ക് ഒന്നും കൂടി മന്ത്ലി ചെയ്യേണ്ടല്ലോ, അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ക്വാർട്ടർലി ബേസിസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്മോൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ കഴിഞ്ഞ വർഷത്തിൽ 1 കോടിക്ക് താഴെയാണ്. 1 കോടി വരെ പ്രശ്നമില്ല. 1 കോടി വരെയാണ് ടോട്ടൽ ഒരു വർഷത്തെ അവരുടെ ആ ഒരു ടേൺ ഓവർ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? സ്മോൾ ടാക്സ് പേയേഴ്സ് ആണ്, അവർക്ക് ക്വാർട്ടർലി റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. ടാക്സ് പേയേഴ്സ് വിത്ത് അഗ്രിഗേറ്റ് ടേൺ ഓവർ എബവ് 1 crore, എബവ് 1 crore വരുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് 1 കോടിക്ക് താഴെയാണെങ്കിൽ പ്രശ്നമില്ല, ക്വാർട്ടർലി ചെയ്താൽ മതി. പക്ഷേ 1 കോടിക്ക് മുകളിൽ പോകുന്നുണ്ടെങ്കിൽ GSTR 1 മന്ത്ലി തന്നെ അവർ ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ GSTR 1 ക്വാർട്ടർലി ചെയ്താൽ മതി. ഓക്കെ. ഇനി GSTR 1 നീഡ് ടു ബി ഫയൽഡ് ഇവൻ ഇഫ് ദർ ഇസ് നോ ബിസിനസ് ആക്ടിവിറ്റി. ഇനി ആ ടാക്സ് പീരീഡിൽ പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും GSTR 1 അവർ ഫർണിഷ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈക്ക് വേണ്ടി ചെയ്യുന്നതാണ്, മന്ത്ലിയാണ് ചെയ്യുന്നത്. ഡ്യൂ ഡേറ്റ് ഓരോ മന്തിൻ്റെയും 10th വരുന്നത്. അപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സക്സീഡിങ് മന്തിൻ്റെ 10th മുന്നെയോ അന്നോ അതിന് മുന്നെയോ നമ്മൾ പേ ചെയ്യണം. ഇനി നമ്മുടെ കുറച്ചും കൂടി ടാക്സ് കംപ്ലയിൻസ് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റി, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മന്ത്ലി ഉള്ളത് ചെറിയ ടാക്സ് പേഴ്സിനെ സംബന്ധിച്ച് അതൊന്ന് മാറ്റി ക്വാർട്ടർലി ആക്കാം. പക്ഷേ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ടേൺ ഓവർ അപ് ടു 1 crore ആയിരിക്കണം. 1 crore വരെ. 1 crore വരെയാണെങ്കിൽ GSTR 1 ക്വാർട്ടർലി അവർ ഫർണിഷ് ചെയ്താൽ മതി. അല്ലാത്ത ആൾക്കാർ GSTR 1 മന്ത്ലി തന്നെ ഫയൽ ചെയ്യാം. ക്ലിയർ? ഇപ്പോൾ 1 crore വന്നു കഴിഞ്ഞാൽ. നെക്സ്റ്റ് GSTR 2 ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ്. നേരത്തെ നമ്മൾ 1 എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് സപ്ലൈ ആണെങ്കിൽ ഇവിടെ ഇൻവേർഡ് സപ്ലൈ ആണ്, മന്ത്ലി തന്നെയാണ് ചെയ്യുന്നത്. മറ്റേത് 10th of next month ആണെങ്കിൽ ഇത് 15th of next month, 15 അടുത്ത GSTR 3 റിട്ടേൺ ഓൺ ദ ബേസിസ് ഓഫ് ഫൈനലൈസേഷൻ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് ആൻഡ് ഇൻവേർഡ് സപ്ലൈ അലോങ് വിത്ത് ദ പേയ്മെന്റ് ഓഫ് എമൗണ്ട് ഓഫ് ടാക്സ്. അപ്പോൾ ഇൻവേർഡ് സപ്ലൈ എത്ര, ഔട്ട്വേർഡ് സപ്ലൈ എത്ര എന്നൊക്കെ ഫൈനൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്ന റിട്ടേൺ ആണ് GSTR 3 എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ടാക്സ് എത്ര അടയ്ക്കും എന്നുള്ള കാര്യങ്ങൾ കൂടി പറയും. എത്ര അടച്ചു എന്നുള്ള അലോങ് വിത്ത് ദ പേയ്മെന്റ് ഓഫ് ടാക്സ്, നമ്മൾ എത്ര ടാക്സ് അടച്ചു എന്നുള്ളതും ഇൻവേർഡ് ഔട്ട്വേർഡിൻ്റെ ഫൈനലൈസേഷൻ ഡീറ്റെയിൽസും ആണ് ഈ റിട്ടേണിൽ പറയുന്നത്. ഇത് മന്ത്ലി തന്നെയാണ് ഫയൽ ചെയ്യുന്നത്, 20th of next month. അപ്പോൾ 3 ചേർത്ത് പഠിക്കുക. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇൻവേർഡ് സപ്ലൈയുടേതാണ്, അത് മന്ത്ലിയാണ് നമ്മൾ ചെയ്യുന്നത്, 10th of next month. GSTR 2 എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് സപ്ലൈ ആണ്, മന്ത്ലിയാണ് ഫയൽ ചെയ്യുന്നത്, 15th of next month. GSTR 3 എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫൈനലൈസേഷൻ വരുന്ന റിട്ടേൺ ആണ്, മന്ത്ലിയാണ് ഫയൽ ചെയ്യുന്നത്, 20th of next month. ക്ലിയർ? നെക്സ്റ്റ് GSTR 3B. ഓക്കെ, GSTR 3B എന്താണെന്ന് നോക്കാം. റിട്ടേൺ ഫയൽഡ് ബൈ ഓൾ രജിസ്റ്റേർഡ് പേഴ്സൺസ്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ഫയൽ ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ആണ് GSTR 3B. പക്ഷേ ആർക്കൊക്കെ പറ്റില്ല? അതർ ദാൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന് പറ്റില്ല,
നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണ് പറ്റില്ല. പിന്നെ താഴെ പറയുന്ന രീതിയിൽ ടാക്സ് അടയ്ക്കുന്നവർക്ക് പറ്റില്ല. കോമ്പോസിഷൻ ലിവി സെക്ഷൻ 10, TDS കട്ട് ചെയ്യുന്ന സെക്ഷൻ 51, TCS സെക്ഷൻ 52. അപ്പോൾ ഇതിലൊക്കെ ടാക്സ് പേ ചെയ്യുന്നവരും കളക്ട് ചെയ്യുന്നവരുമായ ആളുകൾക്ക് പറ്റത്തില്ല. അതുപോലെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിന് പറ്റത്തില്ല, NRTPക്ക് പറ്റത്തില്ല. ബാക്കി എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ചെയ്യാം. ഇവരിത് ഫയൽ ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ആർ അണ്ടർ QRMP സ്കീം. എന്താണ് ഹു ആർ നോട്ട് അണ്ടർ QRMP എന്ന് വെച്ചാൽ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്നുള്ളൊരു ഇതാണ് അതിൽ വന്നിരിക്കുന്നത്, QRMP സ്കീമിൽ വന്നത്. അപ്പോൾ ആ സ്കീം അതിന് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു അല്ലാത്തവരാണെങ്കിൽ 20th of next month ആ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവരാണ്. അവരുടെ അഗ്രിഗേറ്റ് ചെയ്യണവർ 5 crore up to 5 crore അതുവരെ ആണെങ്കിൽ 22nd of next month. അതായത് ഈ ക്വാർട്ടർ അവസാനിച്ച് നെക്സ്റ്റ് ഇതിൽ വരും. അപ്പോൾ ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ അവർ ക്വാർട്ടർലി ആണ് റിട്ടേൺ ഫയൽ ചെയ്യുക. പേയ്മെൻറ്റും ആ ടാക്സ് പേയ്മെൻറ്റ് മന്ത്ലി തന്നെ അവർ ചെയ്യും. റിട്ടേൺസ് ക്വാർട്ടർലിയും ചെയ്യും, പേയ്മെൻറ്റ് മന്ത്ലിയും ചെയ്യും. അതാണ് ക്വാർട്ടർലി റിട്ടേൺ മന്ത്ലി പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ QRMP സ്കീം ഓപ്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ടേൺ ഓവർ 5 കോടിക്ക് താഴെയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ക്വാർട്ടർ കഴിഞ്ഞിട്ട് അടുത്ത മാസത്തെ 22nd അവരത് ഫർണിഷ് ചെയ്യണം GSTR 3B. ഇനി അത് ഓപ്റ്റ് ചെയ്യാത്തവരാണെങ്കിലോ, അത് ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ മന്ത്ലി അല്ലേ ചെയ്യുന്നത്, നെക്സ്റ്റ് മന്തിൻ്റെ 20th ചെയ്താൽ മതി. ഓക്കെ. ഇനി അടുത്തത് GSTR 4. ഇത് കോമ്പോസിഷൻ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ക്വാർട്ടർലി ആണ് ചെയ്യുന്നത്. ഡ്യൂ ഡേറ്റ് 18th of the month സക്സീഡിങ് ദി ക്വാർട്ടറിലാണ് നമ്മൾ ചെയ്യുന്നതല്ലോ. ക്വാർട്ടർ കഴിഞ്ഞ് നെക്സ്റ്റ് മന്തിൻ്റെ 18ാം തീയതിയാണ് വരുന്നത്. GSTR 5 നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസിനാണ്. മന്ത്ലി ആണ് ചെയ്യുന്നത്. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് മന്തിൻ്റെ 13th അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടി 7 days ഏതാണോ ഏർലിയർ ആദ്യം സംഭവിക്കുന്നത് ആ ഡേറ്റാണ് ഡ്യൂ ഡേറ്റ്. GSTR 6 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിനാണ്. മന്ത്ലി ആണ് ചെയ്യുന്നത്. ഡ്യൂ ഡേറ്റ് 13th of next month. പിന്നെ GSTR 7 എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്ന അതോറിറ്റിയിലെ അവർക്ക് വേണ്ടിയുള്ളതാണ്. മന്ത്ലി ആണ്. 10th of next month. GSTR 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്സ് ഓപ്പറേറ്ററിലൂടെ നമ്മൾ നടത്തുന്ന സപ്ലൈയില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതിലൂടെ നടത്തുന്ന ഇതിന് നമുക്ക് എത്ര ടാക്സ് കളക്റ്റായി, അതായത് TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എത്ര കളക്റ്റായി, ആ കാര്യങ്ങളൊക്കെ പറയാനാണ് GSTR 8. മന്ത്ലി ആണ്. 10th of next month. ഇത് രണ്ടും 10th of next month ആണ്. രണ്ടും മന്ത്ലി ആണ്. ഇത് TDS കളക്ട് ചെയ്യുന്നവർ, ഇത് ഡിഡക്റ്റ് ചെയ്യുന്നവർ, ഇത് TCS കളക്ട് ചെയ്യുന്നവർ, രണ്ടിൻ്റെയും സെയിം ആണ്. മന്ത്ലി ആണ്. 10th of next month ആണ്. അടുത്തത് GSTR 9 ആനുവൽ റിട്ടേൺ ടു ബി ഫയൽഡ്. എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. അതാണ് 9. അതിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ അതാണ് CTP, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ അതാണ് NRTP, TDS കളക്ട് ചെയ്യുന്നവർ, TDS പേ ചെയ്യുന്നവർ, TCS കളക്ട് ചെയ്യുന്നവർ, ഈ പറഞ്ഞ ആളുകൾക്കൊന്നും വേണ്ട. അല്ലാത്ത എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും GSTR 9 ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻ ദിസ് റിട്ടേൺ ദ ടാക്സ് പെയർ നീഡ് ടു ഫർണിഷ് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പെൻഡിച്ചർ, ഡീറ്റെയിൽസ് ഓഫ് ഇൻകം. ഈ ഒരു റിട്ടേണിനകത്ത് എത്ര ഇൻകം വന്നു, എത്ര എക്സ്പെൻഡിച്ചർ വന്നു എല്ലാം പറയണം. ഇത് ആനുവലി ആണ്. ആനുവൽ റിട്ടേൺ തന്നെ ആനുവലി ആണ്. ഡ്യൂ ഡേറ്റ് എല്ലാം നെക്സ്റ്റ് ഓരോ മന്തിൻ്റെയും December 31st ആണ് വരുന്നത്. 31st December of next month. ഓരോ മന്തിൻ്റെയും ഓരോ ഇതിൻ്റെയും നെക്സ്റ്റ് 31st Decemberലാണ് അത് വരുന്നത്. 31st December of next month. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് GSTR 10 ആണ്. ഫൈനൽ റിട്ടേൺ ആണ്. ടു ബി ഫയൽഡ് വൺസ്. ഒരു രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതാണ് ഫൈനൽ റിട്ടേൺ. ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസലായി വിത്തിൻ 3 months അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഓർഡർ വരുന്ന ഡേറ്റ് ഏതാണോ അവസാനം, അതായത് ക്യാൻസലായ ഓർഡർ വരും. അത് ചിലപ്പോൾ അതിന് മുമ്പേ അത് ക്യാൻസലാവും, ഓർഡർ വരുന്നതിന് മുമ്പേ. അപ്പോൾ ഓർഡർ വരുന്ന ഡേറ്റ് നോക്കുക. ക്യാൻസലായി വിത്തിൻ 3 months ഏതാണോ അവസാനം സംഭവിച്ചത് അത് നോക്കുക. Every registered person shall furnish such a return electronically through common portal either directly or through a facilitation center notified by the commissioner. അപ്പോൾ ഇവരെന്ത് ചെയ്യുക, ഈ രജിസ്റ്റേർഡ് പേഴ്സൺ ഈ റിട്ടേൺ എങ്ങനെ കൊടുക്കണം? ഒന്നുകിൽ കോമൺ പോർട്ടൽ ഇലക്ട്രോണിക്കലി കോമൺ പോർട്ടൽ വഴി കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കമ്മീഷണർ നോട്ടിഫൈ ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴി കൊടുക്കാം. ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് റിക്വയർഡ് ടു ഫയൽ. GSTR 10 ആരൊക്കെ ഫയൽ ചെയ്യേണ്ട? ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ റിക്വയർഡ് ടു ഡിഡക്റ്റ് TDS അണ്ടർ സെക്ഷൻ 51, കളക്ട് ചെയ്യാൻ TCS കളക്ട് ചെയ്യുന്ന 52. ഈ പറഞ്ഞ ആൾക്കാർ ചെയ്യേണ്ട. സോ GSTR 10 എന്ന് പറഞ്ഞാൽ ഫൈനൽ റിട്ടേൺ ആണ്. ഒരു വ്യക്തിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുമ്പോഴാണ് ചെയ്യുന്നത്. ഒന്നുകിൽ രജിസ്ട്രേഷൻ ക്യാൻസലായി വിത്തിൻ 3 months അല്ലെങ്കിൽ ക്യാൻസലേഷൻ ഓർഡർ വരുന്ന സമയം ഏതാണോ ലേറ്റർ അത് ചെയ്യുക. എല്ലാ പേഴ്സൺസും എന്ത് ചെയ്യണം? ഒന്നുകിൽ കോമൺ പോർട്ടൽ വഴി ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി കൊടുക്കുക, അല്ലെങ്കിൽ ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴി കമ്മീഷണർ പറയുന്ന ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴിയും അവർക്ക് എന്ത് ചെയ്യാം? ഫർണിഷ് ചെയ്യാം. ഈ താഴെ പറഞ്ഞവർ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ GSTR 11
അതിൽ ഇൻവേർഡ് സപ്ലൈ, അതായത് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, നോർമൽ പേഴ്സൺസിൻ്റെ ഇൻവേർഡ് സപ്ലൈ വരുന്നത് GSTR 2-ലാണ്. ഇത് UAN യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ആൾക്കാർക്ക് ഇൻവേർഡ് സപ്ലൈയുടെ ഡീറ്റെയിൽസ് ഇടാനാണ്. GSTR 11 മന്ത്ലി ആണ്, 28th of following month. അപ്പോൾ ഈ ഡേറ്റ് ആണോ ജസ്റ്റ് ഇത് ചെയ്യാനുള്ളത്. ഒന്നുകൂടി പറയാം, ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ഈ ചാപ്റ്റർ കഴിഞ്ഞു. അതായത് GSTR 1 എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് സപ്ലൈ ആണ്, മന്ത്ലി ആണ്, 10th of next month. GSTR 2 ഇൻവേർഡ് സപ്ലൈ ആണ്, മന്ത്ലി ആണ്, 15th of next month, 10-15. GSTR 3 എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഫൈനലൈസേഷൻ ആണ്, എലോങ് വിത്ത് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, അത് മന്ത്ലി ആണ്, 20th of next month, 10, 15, 20 ചേർത്തിട്ട്. നെക്സ്റ്റ് GSTR 3B എന്ന് പറഞ്ഞാൽ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസ് എക്സ്ക്ലൂഡിങ് ഈ പറഞ്ഞ ISD, NRTP, പിന്നെ ഈ പറഞ്ഞ കോമ്പോസിഷൻ ലെവി, TCS, TDS ചെയ്യുന്ന ആൾക്കാർ. ഇവരിത് ഫയൽ ചെയ്യേണ്ടത് QRMB സ്കീമിൽ ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, 20th of next month. ഉള്ളവരാണെങ്കിലോ 5 crore up to 5 crore ആണെങ്കിൽ 22nd of next month ഫോളോയിങ് ക്വാർട്ടർ കഴിഞ്ഞ് അടുത്ത മാസത്തിൻ്റെ 22nd. നെക്സ്റ്റ് GSTR 4 കോമ്പോസിഷൻ ലെവിയാണ്, ക്വാർട്ടർലി ആണ്, ക്വാർട്ടർ കഴിഞ്ഞ് 18th of the month. GSTR 5 NRTP മന്ത്ലി ആണ്, ആ മന്തിൻ്റെ നെക്സ്റ്റ് മന്തിൻ്റെ 13th അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടി 7 days വിച്ച് വർ ഈസ് ഏർലിയർ ആദ്യം. 6 ആണെങ്കിൽ ISD ആണ്, നമ്മുടെ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, മന്ത്ലി ആണ്, 13th of next month. പിന്നെ 7 ആകുമ്പോൾ അത് TDS ഡിഡക്റ്റ് ചെയ്യേണ്ട അതോറിറ്റീസിനുള്ളതാണ്, മന്ത്ലി ആണ്, 10th of next month. 8 ആകുമ്പോൾ അത് TCS ഇത് ചെയ്യേണ്ട ആൾക്കാരുടേതാണ്, മന്ത്ലി ആണ്, 10th of next month. 9 ആകുമ്പോൾ ആനുവൽ റിട്ടേൺ ആണ്, അതിൽ ഈ പറഞ്ഞ ആൾക്കാർ വരില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ എത്ര, ഇൻകം എത്ര എന്നൊക്കെ പറയണം. ആനുവലി ആണ് ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇതിൻ്റെ 31st December ആണ് വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് GSTR 10 ആണ്, ഫൈനൽ റിട്ടേൺ ആണ്. വൺസ് രജിസ്ട്രേഷൻ ക്യാൻസൽ ആകുമ്പോഴാണ് ചെയ്യാനുള്ളത്. ക്യാൻസലേഷൻ ഓർഡർ വന്നു അല്ലെങ്കിൽ ക്യാൻസലായി വിത്തിൻ 3 months ഏതാണോ അവസാനം സംഭവിക്കുന്നത്, ലേറ്റർ, അപ്പോൾ ചെയ്യാം. ഇത് അവർക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം, കോമൺ പോർട്ടൽ വഴി ഡയറക്റ്റ്ലി ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്മീഷണർ പറയുന്ന ഫെസിലിറ്റേഷൻ സെൻറ്റർ വഴി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ താഴെ പറയുന്നവർ ചെയ്യേണ്ട, ISD, CTP, NRTP, TDS, TCS ടാക്സ് പേയേഴ്സ് കൊടുക്കേണ്ട. GSTR 11 എന്ന് പറഞ്ഞാൽ UAN യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ആൾക്കാരുടെ ഇൻവേർഡ് സപ്ലൈ നോക്കാൻ. സാധാ ഇതാണെങ്കിൽ GSTR 2 ആണ്. ഈ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറുള്ള ആൾക്കാരുടെ ഇതാകുമ്പോഴത്തേക്കും അത് GSTR 11 ആണ്, മന്ത്ലി ആണ്, 28th of following month. ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇത് ഈ രീതിക്ക് പഠിക്കുക, അല്ലാതെ ഞാൻ നോക്കിയിട്ട്, കാരണം ടെക്സ്റ്റ് ബുക്കിൽ ഒത്തിരി വാസ്റ്റായിട്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആക്കിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ പോയിൻ്റ് ആക്കി തന്നത്. ഇത്രയേ ഉള്ളൂ. ഇതിൽ MCQ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇൻ കേസ് വന്നാൽ തന്നെ അവർ ചോദിച്ചേക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ്, GSTR 1 ആണ്, അല്ലാതെ വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ഡീറ്റെയിൽ ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നോക്കുക കേട്ടോ. ഇനി നമുക്ക് GST ഇൻഡയറക്റ്റ് ടാക്സിൽ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്, ITC, കസ്റ്റംസ്, ഇത്രയേ ഉള്ളൂ. അത് മൂന്നും കൂടി ആകുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആകും, ഈ ഒരു ഏരിയ ടോപ്പിക്ക് ഫുള്ള് തീരും. സോ അത് ഞാൻ നിങ്ങൾക്ക് പുറകെ എടുത്ത് തരാം. പിന്നെ നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളും നോക്കാനുണ്ട്. സോ ഇതുവരെ ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ 10 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഇൻഡയറക്റ്റ് ടാക്സിൽ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കുക, ക്ലിയർ ആയിട്ടില്ല എന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ.